കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം പാപനിവാരണത്തിനും ദോഷനിവൃത്തിക്കുമായി യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തി. യാഗാശ്വമായ ശ്യാമകർണൻ ജൈത്രയാത്ര പുറപ്പെട്ടു. കർണപുത്രൻ വൃഷകേതു, ഘടോത്കജപുത്രൻ മേഘവർണ്ണൻ, പ്രദ്യുമ്നൻ, ശ്രീകൃഷ്ണൻ എന്നിവർ അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ എന്നിവരോടൊപ്പം യാഗാശ്വത്തെ അനുഗമിച്ചു. പല രാജ്യങ്ങൾ കീഴടക്കിയ ശേഷം അശ്വം മാഹിഷ്മതിയിലെത്തി. അവിടെ വെച്ച് രാജാ പ്രവീരൻ യാഗാശ്വത്തെ ബന്ധിച്ചു. അർജുനനുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെടുകയും ചെയ്തു. കാര്യമറിഞ്ഞ പ്രവീരന്റെ മാതാപിതാക്കളായ നീലധ്വജനും ജ്വാലാമുഖിയും ക്രുദ്ധരായി. ജ്വാലാമുഖി തൻ്റെ മകൾ സ്വാഹയുടെ പതിയായ അഗ്നിയോട് അർജുനനെ വെല്ലുവിളിക്കാൻ നിർദ്ദേശിച്ചു. അഗ്നി പരാജയപ്പെട്ടു. ജ്വാലാമുഖിയുടെ സഹോദരനായ ഉന്മുക്തനാകട്ടെ യുദ്ധത്തിന് തയ്യാറായതുമില്ല. മാനഹാനി സംഭവിച്ച ജ്വാലാമുഖി ഭീഷ്മമാതാവായ ഗംഗയെ സമീപിച്ചു. ഭീഷ്മമൃത്യുവിൽ അർജുനൻ ചതി പ്രയോഗിച്ചത് ഓർമ്മിപ്പിച്ച് ഗംഗയെ പ്രകോപിപ്പിച്ചു. ഗംഗ അർജുനനെ 6 മാസത്തിനുള്ളിൽ സ്വപുത്രനാൽ വധിക്കപ്പെടുമെന്ന് ശപിച്ചു.